കേരളത്തിലെ പുതിയ യു.ഡി.എഫ് സർക്കാരിന്റെ മന്ത്രിസഭാ വകുപ്പ് വിഭജനം പൂർത്തിയായി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയതോടെയാണ് പുതിയ സർക്കാരിന്റെ ഭരണഘടന ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്ന ഫിഷറീസ് വകുപ്പ് ഒടുവിൽ മുസ്ലിം ലീഗിന് തന്നെ ലഭിച്ചു. വി അബ്ദുൾ ഗഫൂർ ആണ് ഫിഷറീസ് മന്ത്രി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ധനം, നിയമം, പൊതുഭരണം, തുറമുഖം എന്നീ നിർണായക വകുപ്പുകൾ കൈകാര്യം ചെയ്യും. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് IT, വ്യവസായ വകുപ്പുകളും നൽകി. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകളുമാണ് ലഭിച്ചിരിക്കുന്നത്. സണ്ണി ജോസഫിന് വൈദ്യുതി വിഭാഗമാണ് ലഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ റവന്യൂ വകുപ്പ് AP അനിൽകുമാറിനാണ് ലഭിച്ചിരിക്കുന്നത്. ആരോഗ്യവും ദേവസ്വവും K. മുരളീധരൻ കൈകാര്യം ചെയ്യും. ടൂറിസം, സാംസ്കാരികം എന്നീ പ്രധാന വകുപ്പുകൾ PC വിഷ്ണുനാഥിന് നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണം KM ഷാജിക്കും തൊഴിൽ വകുപ്പ് ബിന്ദു കൃഷ്ണയ്ക്കും ലഭിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്യും. കൃഷി വകുപ്പ് T. സിദ്ദിഖിനാണ് ലഭിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റോജി M. ജോണിനും എക്സൈസ് സഹകരണ വകുപ്പ് M. ലിജുവിനും നൽകിയിട്ടുണ്ട്. ഗതാഗത വകുപ്പ് CP ജോണിനും ജലവിഭവ വകുപ്പ് മോൻസ് ജോസഫിനും ലഭിച്ചു. പൊതുമരാമത്ത് വകുപ്പ് P.K. ബഷീർ കൈകാര്യം ചെയ്യും. അതേസമയം പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം, അതേപോലെ ആ വകുപ്പുകളെല്ലാം N. ഷംസുദ്ദീന് ലഭ്യമാക്കി എന്നതാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. പുതിയ മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനം പൂർത്തിയായതോടുകൂടി തന്നെ ഭരണത്തിന്റെ ആദ്യഘട്ട നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ UDF സർക്കാർ കടന്നിരിക്കുന്നത്. വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും അതിനെ മുൻനിർത്തിയുള്ള ഒരു ഭരണം തന്നെയായിരിക്കും നേതൃത്വം കാഴ്ചവെക്കാൻ ഒരുങ്ങുന്നത്. അതേസമയം അമ്പലപ്പുഴ MLA G. സുധാകരൻ പ്രോ ടൈം സ്പീക്കറായി തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യ നിയമസഭാ അംഗമായും തുടർന്ന് പ്രോ ടൈം സ്പീക്കറുമായുള്ള സത്യപ്രതിജ്ഞ അത് ചെയ്തതിനു ശേഷം ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനും മന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. നാളെ നടക്കുന്ന ചടങ്ങിൽ പ്രോ ടൈം സ്പീക്കർ G. സുധാകരൻ MLA-മാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കും. മറ്റന്നാൾ നടക്കുന്ന സ്പീക്കർ തിരഞ്ഞെടുപ്പും G. സുധാകരന്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുന്നത്. അതേസമയം ഒന്നാം പിണറായി സർക്കാർ കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. പ്രസ്തുത പദ്ധതിക്കായി തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അതിന്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് പിൻവലിക്കാനുള്ള ശുപാർശ കോടതിക്ക് മുൻപാകെ അവിടെ സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ സിൽവർ ലൈൻ പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് സ്ഥാപിച്ച മഞ്ഞ കുറ്റികൾ നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി തന്നെ വി.ഡി. സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതി ജനങ്ങൾ കൊണ്ടുവന്ന അത് വലിയ രീതിയിൽ പ്രയാസം നേരിട്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് നടപ്പിലാക്കിയതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, പദ്ധതി ഉപേക്ഷിച്ചിട്ടുമില്ല എന്നും നിരവധി വർഷങ്ങളായി തന്നെ ഈ ഭൂമി വാങ്ങണോ വിൽക്കണോ സാധാരണക്കാർക്ക് സാധിക്കുന്നില്ല. ആയതിനാൽ തന്നെ സിൽവർ ലൈനിനെ എതിർത്ത് ഞങ്ങൾ സമരം ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രധാന തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.